അപ്പോൾ നിരുത്തരവാദിത്തപരമായ ഒരു നിലപാട് ഇതിനകത്തുണ്ട്. വളരെ ഗൗരവമാണ് ഈ വിഷയം. ഇപ്പോൾ ബാരിക്കേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് വെക്കുന്നതോടൊപ്പം തന്നെ ബോർഡ്, ഇവിടെ ബോർഡ് കണ്ടിട്ടില്ല. ബോർഡുകൾ വേണം, അനൗൺസ് ചെയ്യണം. അതെ, അത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ പരിശോധന നടത്തണം, അത് ഗൗരവമായിട്ട് പരിശോധിക്കണം. എന്തായാലും വലിയൊരു ആളുകൾക്ക് പരിക്ക് പറ്റാത്ത നിലയിലുണ്ടായതൊരു ഭാഗ്യമാണ്. പക്ഷെ ഗൗരവമായിട്ട് പരിശോധിക്കണം. അതെ, അല്ല, ഇത് നേരത്തെ അറിയിക്കണമല്ലോ. നേരത്തെ ഇത് ഗൗരവമാണെന്നുള്ള അറിയിക്കണ്ടേ? ഇത് ആളുകളാകെ പരിഭ്രാന്തരായിട്ടാണ് ഞങ്ങളൊക്കെ അറിയുന്നത്. ഇവിടുന്ന് ഫോണിൽ വിളിച്ച് പറയുകയാണ് അങ്ങനെ ഓടി വരുന്നത്. വിള്ളൽ നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. അല്ല, അതെ, വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, വളരെ നേരത്തെ തന്നെ ഇത് പരസ്യമാക്കണം. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഒരു അപകട സാധ്യതയുണ്ട്. അപകട സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ആദ്യം തന്നെ വിവരം പരസ്യപ്പെടുത്തണം. രണ്ടാമത്തത് ബാരിക്കേഡ്, ഇതുമായി ബന്ധപ്പെട്ട് ബാരിക്കേഡുകൾ എല്ലാ സ്ഥലത്തും വേണ്ടതുണ്ട്. മൂന്നാമത് പ്രത്യേക ജീവനക്കാരെ വെച്ചുകൊണ്ട് ജനങ്ങളെ റെയിൽവേ സ്റ്റേഷനകത്ത് അറിയിക്കണം, ഈ വഴി പോരുത് എന്ന് അറിയിക്കാൻ പ്രത്യേക സംവിധാനം ജീവനക്കാരെ മാനുവലായിട്ട് വെക്കണം. അതും ഇവിടെ കണ്ടിട്ടില്ല. നാലാമത്തെ വളരെ ഗൗരവമായിട്ടുള്ള വിഷയം, ഇതിനെക്കുറിച്ച് നേരത്തെ അറിയുമെങ്കിൽ ഇതിൻ്റെ ഭാഗമായി പ്രിക്കോഷണറി സ്റ്റെപ്പ് എന്തൊക്കെ എടുത്തു, ഇത് പുനർനിർമ്മാണത്തിന് എന്ത് നിലപാടെടുത്തു, ഇതും പരിശോധിക്കണം. ഇതിപ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടാണ് നമ്മൾ. വളരെ ഗൗരവമുള്ള വിഷയമാണ്. എന്തായാലും റെയിൽവേ അധികാരികളെയും മറ്റ് ബന്ധപ്പെട്ടവരെയും വിവരം അറിയിക്കും. വളരെ സീരിയസ് ആണ്. ജനങ്ങൾ ആകെ പരിഭ്രാന്തരായി നിൽക്കുകയാണ്. കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. വലിയ നിലയിൽ ആളുകൾ വരുന്ന സ്റ്റേഷനാണ്. അവിടെ ഒരിക്കലും ഇത് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇതിൻ്റെ ഒരു സുരക്ഷാ ഓഡിറ്റ് ശരിക്കും ഇതിൽ വേണ്ടതുണ്ട്. അപ്പോൾ ഇതിപ്പോൾ സുരക്ഷാ ഓഡിറ്റ് ഇതുമായിട്ട് ഉണ്ടാവണം. നമ്മൾ പുതിയ കെട്ടിടങ്ങൾ പണിയുന്ന തിരക്കിനിടയിൽ പഴയ കെട്ടിടങ്ങളുടെ സ്ഥിതി കൂടി പരിശോധിക്കണം. ഇപ്പോൾ ഈ അനുഭവം വെച്ചുകൊണ്ട് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരു സുരക്ഷാ ഓഡിറ്റ് നടത്തിക്കൊണ്ട് എന്താണെന്നുള്ള പരിശോധിച്ച് പോകണം. എന്നിട്ട് ജനങ്ങൾ സേഫ് ആവുന്ന നില സ്വീകരിക്കണം. അപ്പോൾ ബാക്കി അധികാരികളെ അറിയിച്ചു പോകാം.